അങ്ങനെ വീണ്ടും ഒരു ഷെഡ്യൂൾ അവസാനിക്കുകയാണ്. അവസാനത്തെ എപ്പിസോഡാണ് ഈ ഒരു ഷെഡ്യൂളിലെ. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡിലും നമുക്ക് 2 പാട്ടുകളുണ്ട്. പിന്നെ നമുക്ക് വീണ്ടും എലിമിനേഷൻ വരുന്നുണ്ട്. അതിനു മുന്നേ നമുക്ക് നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. ഹായ് ഷാനിക, ശരത് ചേച്ചി. തുടങ്ങണ്ടേ? നമുക്ക് തുടങ്ങണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഈ ഷെഡ്യൂളിലെ ലാസ്റ്റ് എപ്പിസോഡാണ്. അതെ, എല്ലാം പെട്ടെന്നായിരുന്നു. അതെ, എല്ലാം പെട്ടെന്നായിരുന്നു. 3 റൗണ്ടും പ്രേക്ഷകര് കാത്തിരിക്കുകയാണ്. ഈ എപ്പിസോഡിലാണ് അടുത്ത ഘട്ടത്തിലേക്ക് ആരൊക്കെ പോകുമെന്ന് കാത്തിരിക്കുന്നത്. അതെ, യെസ്, ആ ഒരു സെലക്ഷൻ പ്രോസസ്. പക്ഷെ നമുക്ക് 2 പാട്ടുകളൂടെ ബാക്കിയുണ്ട്, 2 പേരൂടെ പാടാനുണ്ട്. അപ്പൊ നമുക്ക് എലിമിനേഷൻ ഒന്ന് മാറ്റിവെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്ക് ടു കോമ്പറ്റീഷൻ പാടാനുള്ളവരെ വിളിക്കോ പാറു? വിളിക്കട്ടെ ഞാൻ. എന്നാ പിന്നെ ആദ്യം നമുക്ക് ചില ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഹിന്ദി റെട്രോ പാടാൻ വരുന്നു കീർത്തി. कोई यहाँ आहा नाचे नाचे, कोई वहाँ आहा नाचे नाचे, सारे हंसी आहा नाचे नाचे, सारे जवा आहा नाचे नाचे. कोई यहाँ है नचे नचे, कोई वहाँ है नचे नचे, सारे हंसी आहा नचे नचे, सारे जवा नचे नचे. औवा औवा तुमसे है तुमसे प्यार, औवा औवा मानो ना मेरे यार, औवा औवा
എന്തോ ചേച്ചി? എനർജറ്റിക് പെർഫോമൻസ്. Thank you, ചേച്ചി. ഞങ്ങളൊക്കെ എൻജോയ് ചെയ്തു അല്ലേ? യെസ്. അപ്പൊ എന്താ തോന്നിയ? കീർത്തിക്ക് നന്നായിട്ട് പാടാൻ പറ്റിയോ? കുഴപ്പമില്ല, പക്ഷെ ചെറുതായിട്ട് ചെറുതായിട്ട് നമുക്ക് ചോദിക്കാം. ഓക്കെ ചേച്ചി. ശരത് സർ. കീർത്തി എന്തോ സാർ? നല്ല ഗുമ്മുണ്ടായിരുന്നു. താങ്ക് യു സാർ. കാര്യം നല്ല നീളവും. ചില സമയത്തൊക്കെ ചുമ്മാതിരിക്കുക, വെറും ബേസ് മാത്രം വായിച്ച് അവനെന്തെങ്കിലും അവനൊരു ജോലി കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. അവൻ റീൽസും ചെയ്ത് നടന്നുകൊണ്ടിരുന്നവനാ. അവനെ പിടിച്ച് എന്തെങ്കിലും ഉണ്ണി കൊള്ളായിരുന്നടാ. നൈസ്. അപ്പോൾ നല്ല എനർജിയുള്ള ഒരു പാട്ടാണ് ഇത്. പ്രത്യേകിച്ച് എല്ലാ ഗാനമേള സദസ്സുകളിലും ഇതുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു ബേസ് ഗ്രൂവ് മാത്രം പോകുന്ന സ്ഥലത്തൊക്കെ ഉഷാ ദീദിയുടെ ലൈവിൽ ദീദി എന്താണ്ടൊക്കെ കാണിക്കും. ഒരു നിവൃത്തില്ല, ഫുൾ പാക്ഡായിരിക്കും. ദീദി പിന്നെ അറിയാമല്ലോ, ജനങ്ങളെ മുഴുവൻ ഒരു 2 പാട്ടുകൊണ്ട് കൈവെള്ളം എടുത്ത് വെച്ചിട്ട് പിന്നെ നമ്മളൊക്കെ പാടുമ്പോൾ ആളില്ല. ദീദിയുടെ കൈവെള്ളം എന്ന് തുറന്നു വിട്ടാലേ ഉള്ളൂ നമ്മുടെ പാട്ട് കേൾക്കാൻ ആൾ. അത്രയ്ക്ക് ഒരു വൈബ്രൻ്റ് ഒരു എന്താ പറയണ്ടത്, അത് പറയാൻ വയ്യ. ദീദിക്ക് പകരം ദീദി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉഷാ ദീദി ഞങ്ങളെല്ലാവരും എന്താ പറയണ്ടത്, ഉഷാ ദീദിയെ സ്നേഹിക്കുന്നു എപ്പോഴും. വി ലവ് യു ഉഷാ ദീദി. നന്നായിട്ട് പാടി താങ്ക് യു സാർ. നന്നായിട്ട് തന്നെ പാടി. ഇതിനകത്ത് ഒന്നും വേറെ ഒന്നും പറയാനില്ല. ആരും ഒരു സാധനം തന്നെയല്ല ഇത്രയും നേരം പാടുന്നത്. എങ്ങനെ സാധിച്ചു? അത് ഒരേപോലെ ലിറിക്സ് വന്നപ്പോ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഫീമെയിലും മെയിലും ഉണ്ടല്ലോ, അതെ. അപ്പോ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ശബ്ദം തിരിക്കുന്നതിന്റെ ശബ്ദമൊന്നും പക്ഷെ തിരിഞ്ഞില്ല. ഒരു ശബ്ദത്തിൽ തന്നെ കേട്ടത്. പക്ഷെ നന്നായിരുന്നു കേട്ടോ. അതല്ലേ വേണ്ടത്, ശബ്ദം തിരിക്കുന്നതിന്. ഇത് കാറോ ലോറിയോ? നന്നായിരുന്നു. Thank you, sir. മൊത്തത്തിൽ നല്ലൊരു ഓളം ഉണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ഓർക്കസ്ട്രക്കാർ എൻജോയ് ചെയ്ത് വായിച്ചു. എന്താണെന്ന് അറിഞ്ഞൂടാ, അവർ ഇപ്രാവശ്യം സൂപ്പർബായിരുന്നു. ഞാൻ ചുമ്മാ പറഞ്ഞു, അവരെപ്പോഴും സൂപ്പർബാണ്. പക്ഷെ നല്ലൊരു രസം ഉണ്ടായിരുന്നു. ഞാനിതെൻ്റെ ചെറുപ്പത്തിൽ ഈ ലൈവ് കോൺസേർട്ടിലെല്ലാം ഈ പാട്ടുണ്ടാവും. ഇതില്ലാതെ ഒരു ഗാനമേള തീർക്കാൻ നാട്ടുകാർ സമ്മതിക്കത്തില്ല, കല്ലെറിയും. അപ്പോൾ ഇത് പാടും. അപ്പോൾ ഇത് ഈ ആദ്യം തുടക്കം കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞു. അന്നത്തെ കൂട്ട് ആളുകൾ സ്റ്റേജിൽ കയറി ഡാൻസൊന്നും ചെയ്യത്തില്ല, മര്യാദയ്ക്ക് നിലത്ത് നിർത്തി നിൽക്കത്തതേ ഉള്ളൂ. ഇപ്പോൾ അല്ലേ എല്ലാവരും കൂടെ കയറി സ്റ്റേജ് കുലുക്കി മറിച്ചിടുന്നത്. പക്ഷെ എന്നാലും ഇതൊരു നല്ല വൈബായിരുന്നു. നന്നായിട്ട് പാടി. താങ്ക് യു സാർ. താങ്ക് യു സർ. ചേച്ചി. കീർത്തി, എന്തോ മാം? കീർത്തി എന്ത് ഡ്രസ്സാണിത്, സൂപ്പർവായിട്ടുണ്ട്. താങ്ക് യു മാം. ആ ബോ ഒക്കെ ഇതിന് വേണ്ടി നോക്കട്ടെ, ശരിക്കൊന്ന് കാണട്ടെ. ഹായ് ഹായ്, എന്ത് ഭംഗി. ഇതാരാ ചെയ്തു തന്നത്? എന്റെ ഫ്രണ്ട് ഉണ്ട് നീരജ എന്ന് പറഞ്ഞിട്ട്, അവളുടെ അമ്മയാണ്. ഓ സൂപ്പർ സൂപ്പർ, നല്ല ഭംഗിയുണ്ട് മോളെ കാണാൻ. Thank you, ആ ഒരു ചേച്ചി. ഡ്രസ്സും എല്ലാം ശരിക്കും. ഇതൊക്കെ എന്താണത്, ഒരു Bow. സ്കാർഫോ സ്റ്റോൾ? ബോ ടൈ പോലെ. ബോവാണ് ആദ്യം ഉണ്ടാക്കിയത്. അതിൻ്റെ ബാക്കി തുണി വെച്ച് ഡ്രസ്സ് തയ്ച്ചു അല്ലേ? തോന്നുന്നു സാർ. അല്ല അങ്ങനാണോ? അല്ല, അല്ല, പക്ഷെ ഇത് നന്നായിട്ടുണ്ട്. അല്ല, സുന്ദരിയായിട്ടുണ്ട് ഇതിനെന്താ പേര്? ഒരു ഡ്രസ് സാർ. അതല്ല, അതിനൊരു പേര് കാണത്തില്ലേ? ഇതെന്താ ഫ്രോക്കാണോ അതോ? ഫ്രോക്ക് പോലെ. ഫ്രോക്ക് അല്ല, അല്ല. ഡ്രസ്സാ അത്. പാവാടയും ടോപ്പുവാ. ഓ സ്കേർട്ട് സ്കേർട്ടും ടോപ്പും. ഇൻസേർട്ട് ചെയ്തേക്കാം. Oh, no. ഓ ബ്യൂട്ടിഫുൾ Wonderful. ആയിട്ടുണ്ട്. താങ്ക് യു ചേച്ചി. ആസാദ്. സുന്ദരിയായി നിന്ന് നല്ല മനോഹരമായിട്ട് പാടി. എനിക്ക് ആ തുടക്കത്തിലുള്ളത് അത് ബപ്പീത പാടിയതാണോ? അതെ അതെ. അതാണ് എനിക്ക് ആ ഒരു വോയിസ് ചേഞ്ച് പോലെ തോന്നിയത്. അത് അവിടെ ഒരു ശ്രുതി ചേരായിക തോന്നി. അല്ലാതെ ബാക്കി പാട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ഉഷാ ദീദിയുടെ ഭാഗമൊക്കെ മനോഹരമായി പാടി. താങ്ക് യു ചേച്ചി. ബ്യൂട്ടിഫുൾ. അത് ശരിക്കും ഭയങ്കര സ്ട്രോങ് വോയിസ്, നല്ല പവർ പാക്ഡ് സിംഗിങ് ആയിരുന്നു. താങ്ക് യു ചേച്ചി. എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. ഇതിൽ ആ ഇടയിൽ മാത്രം ഒരു ആവേശം കേറിയിട്ടുള്ള ഒരു താളത്തിന്റെ ഒരു ഇതാണ് താളം തോന്നിയത്. ഒരു പ്രോബ്ലം ആയിരുന്നു. അതാണ് തോന്നിയത്. അതപ്പം മോൾ അതൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു. ഞങ്ങളിങ്ങനെ ഇവിടെ ഇരുന്ന് എല്ലാവരും ഇങ്ങനെ ടൈമിംഗ് പറയുന്നുണ്ട്, പക്ഷെ അത് ആ ആവേശത്തിൻ്റെ ഇടയിൽ അതങ്ങ് മറന്നുപോയി. അങ്ങനെ പെട്ടെന്ന് ചില ആ ഒരു ഭാഗം മാത്രം, അനുപല്ലവിയും 2 ചരണം ഉണ്ടല്ലേ, ആ സ്ഥലങ്ങളിലൊക്കെയാണ് ആ ഒരു താളത്തിൻ്റെ ഒരു പ്രോബ്ലം തോന്നിയത്. അല്ലാതെ നല്ല എനർജി ഉണ്ടായിരുന്നു പാടാൻ. താങ്ക് യു ചേച്ചി. കൂടെ ആരൊക്കെയോ പാടിയല്ലോ, 1 2 3 പേര്. നല്ല സപ്പോർട്ടായിരുന്നു. ഇറ്റ് വാസ് വെരി നൈസ്. മോളുടെ ഡാൻസ് സൂപ്പറായിരുന്നു കേട്ടോ. താങ്ക് യു ചേച്ചി. കാരണം അതൊക്കെ സ്വന്തം ഇട്ട സ്റ്റെപ്സ് ആണ് അതെ അതെ. ആയിരിക്കുന്നു തോന്നി. കാരണം അത് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്തു. ബ്യൂട്ടിഫുൾ. താങ്ക് യു ചേച്ചി. ഗോഡ് ബ്ലെസ് യു ഡാ. താങ്ക് യു ചേച്ചി. ഷാനിക. കീർത്തി എന്തോ? അടിപൊളിയാണ്. താങ്ക് യു സർ. അന്ന് ഈ പാട്ടെന്ന് പറയുന്നത് ഒരു ഫുൾ ഒരു ആറ്റിറ്റ്യൂഡ്, സ്റ്റൈൽ ഒക്കെ ഡിഫൈൻ ചെയ്യുന്ന ഒരു പാട്ടാണ്. അത് അടിപൊളിയായിട്ട് ചെയ്തു. താങ്ക് യു സർ. പിന്നെ
ബിഗിനിങ് മെയിൽ പോർഷൻ അവർ ബേസ് പാടിയത് മാത്രം ഒന്ന്, കാരണം അത് എക്സ്ട്രീം ബേസ് ആണ്. Bass. ബാക്കി അടിപൊളിയായിട്ട് ഫുൾ ആറ്റിറ്റ്യൂഡിൽ തന്നെ കീർത്തി പാടി. താങ്ക് യു സർ. കോറസും അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസം. മൊത്തത്തിലൊരു ഗുമ്മുണ്ടായിരുന്നു. താങ്ക് യു സർ. പോരെ? മതി. ഓക്കെ, താങ്ക് യു മതിയോ? സത്യം പറഞ്ഞാൽ മതിയോ? നമുക്ക് ആ താളം ഒന്ന് ചപ്പയായ സ്ഥലം ഒന്ന് നമുക്ക് പാടണ്ടേ? ഓക്കെ സർ. അതുപോലെ എനിക്ക് ആ ലല്ലലായും ഇഷ്ടപ്പെട്ടിട്ട് അതൊന്ന് ചേരാനൊരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓക്കെ സർ. കമോൺ. प्यारा है गाना यही, गाना बजाना यही, तुर तुर तराना बैंग बैंग. മതി. ബാങ്ക് കേട്ടപ്പോഴേ ഒരു സന്തോഷമായി. ടോൺ ഒരു രക്ഷയില്ല. നല്ല രസമുണ്ടായിരുന്നു. നൈസ്, വെരി നൈസ്. എന്തായിരുന്നു കൺഫ്യൂഷൻ? എന്തെങ്കിലും നമ്മുടെ ഓർക്കസ്ട്രയുമായിട്ട് എന്തോ ഒരു മാനസിക പിരിമുറുക്കം എനിക്ക് ഫീൽ ചെയ്തു. അവരെ നോക്കുന്നുണ്ട് ദേഷിച്ച്, നിനക്കൊക്കെ കാണിച്ചു തരാടാ എന്ന് മനസ്സിൽ പറയുന്നത് ഞാൻ എനിക്ക് ഇവിടെ നിന്നിട്ട് ഫീൽ ചെയ്ത്. എന്തായിരുന്നു ഫീൽ ചെയ്ത് പാടിയപ്പോൾ? അത് 2-3 സ്ഥലത്ത് അത് ഇതേ സെയിം പ്രോബ്ലം ഉണ്ടായി. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ചെറുതായിട്ട് കോൾഡ് ഉണ്ട്. അപ്പോൾ എന്താണ് ഇയറിങ് കേൾക്കുന്നത് ക്ലിക്ക് എനിക്ക് തോന്നുന്നു അതായിരിക്കും ലേറ്റ് ആവുന്നു. ലേറ്റ് ആവുന്നു. ഒരു ഒറ്റ കീറ് വെച്ചായിരുന്നു ഞാൻ കേട്ടോ. അല്ല സർ, ജലദോഷം വന്നെന്ന് പറഞ്ഞ് ഇനിയൊരു ലേറ്റ് ആവുമോ? അതല്ല, എന്തൊക്കെ പറയാണ് വന്നു. എനിക്ക് കേൾക്കുന്നത് എന്റെ തലയിലേക്ക് വരുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും. ഇമ്മാതിരി ഉടായ്പകൾ ഒരിക്കലും പറയരുത്, ദയവ് ചെയ്ത് കേട്ടോ. എന്തോ എനിക്ക് അവരുമായിട്ടൊരു സിങ്ക് ഫീൽ ചെയ്തില്ല, അത്ര അവിടെ കഴിഞ്ഞു. ജലദോഷം ആയതുകൊണ്ട് എൻ്റെ ചെവിയുടെ ഈ വഴി അപ്പുറത്തോടെ കയറി എൻ്റെ തലയിലെത്തിയപ്പോൾ ഡേറ്റ മാറിപ്പോയി. പിന്നെ ഞാൻ റീസെന്റ് ചെയ്തിട്ട് ഗൂഗിളിന് സുന്ദർ പിച്ച വിളിച്ചു, ലേറ്റൻസി ഫീൽ ചെയ്തു. ഇതൊക്കെ എന്തോന്നത്? സോറി സർ. ഇറ്റ്സ് ഓക്കെ, ബട്ട് ഡോണ്ട് റിപ്പീറ്റ്. ഓക്കെ, ഓക്കെ സർ. താങ്ക് യു. താങ്ക് യു സർ. ചോദിക്കാം. ശരത് സർ. കീർത്തി എന്ത് സർ? 8.9 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക. 9. താങ്ക് യു സർ. കീർത്തിയുടെ മാർക്സ് ദാ ഗാനക്കുടത്തിലേക്ക്. താങ്ക് യു മാം. ഓക്കെ, സോ ടോട്ടൽ 17.9. താങ്ക് യു ചേച്ചി. സൂപ്പർ. ഓക്കേടാ. ഓക്കെ ജഡ്ജസ്, Yes. ഇനി നമ്മള് ഈ ഷെഡ്യൂളിലെ ലാസ്റ്റ് പെർഫോമൻസിലേക്ക് പോവാണ്. എത്ര പെട്ടെന്നല്ലേ പെട്ടെന്ന് കഴിഞ്ഞു. ഒരു ഷെഡ്യൂൾ അങ്ങ് കഴിഞ്ഞു. അപ്പോ ഈ ഷെഡ്യൂളിലെ ലാസ്റ്റ് പെർഫോമൻസിലേക്കാണ് പോകുന്നത്. Okay. അപ്പൊ ആ ഒരു ലാസ്റ്റ് പെർഫോമൻസിന് ഭാഗ്യം കിട്ടിയിട്ടുള്ളത് വേറെ ആർക്കും അല്ല, നമ്മുടെ സ്വന്തം അർച്ചനയ്ക്കാണ്. Okay. അപ്പൊ അർച്ചന വരാൻ പോകുന്നത് ശ്രുതി ചലഞ്ച് റൗണ്ടിലാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. കിളിയേ 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 മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും മഴകിന്നഴകേ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും മഴകിന്നഴകേ. ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മൂളും കുളിരിൻ കുളിരേ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ.
കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ. മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ. ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മൂളും കുളിരിൻ കുളിരേ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ. ഗുഡ് ഗുഡ്. അർച്ചന, സൂപ്പർ സോങ് സെലക്ഷൻ. താങ്ക് യു. ശ്രുതി ചലഞ്ച് റൗണ്ട് വന്നപ്പോഴേക്കും കിളി പോയോ ശരിക്കും? അന്നേ പോയി, അന്നേ പോയി, വന്നിട്ടില്ല. പക്ഷെ കേട്ടപ്പോ അതില് ഒരു തത്തമ്മ ഉണ്ടായിരുന്നു. അതാണ് തത്തമ്മ കുത്തമ്മ. ഞാനത് പറഞ്ഞു. മനസ്സിലായി. തത്തമ്മ ആ ചോദ്യം ഇഷ്ടപ്പെട്ടോ നിനക്ക്? വെറൈറ്റി ഉറക്കെ സംസാരിക്കോ? പുതിയതാണ്, വെറൈറ്റി ആയിട്ട് തോന്നി. വെറൈറ്റി ആയിട്ട് തോന്നി. അതാണ് അതാണ് കണ്ടോ, ഷാനിക്കത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഷാനിക്ക എന്തേ ഒന്നില്ല ഷാനിക്ക. തത്തമ്മ ചെരിഞ്ഞു എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതെ. ഓക്കെ, നമുക്ക് ചോദിക്കാം. തത്തമ്മ. ചേച്ചി അർച്ചന, മാം, ആഹാ എന്ത് നല്ല പാട്ട് സെലക്ഷൻ. Thank you. വീണ്ടും രാജാ സർ, വി ലവ് യു. ഉഗ്രം പാട്ട് സെലക്ഷൻ. താങ്ക് യു. ഇത് നമ്മുടെ ലോക പടത്തില് വീണ്ടും അതെ. ഈ പാട്ട് എടുത്തല്ലോ. യെസ്, പിന്നെ ഇത് ഒരു ബ്യൂട്ടിഫുൾ സോങ്. ഞാനിപ്പോ ഇത് വളരെ അടുത്ത് മമ്മൂക്കയൊക്കെ ഇരിക്കുന്ന ഒരു ഫംഗ്ഷനിൽ, മമ്മൂക്കയെ ആദരിക്കുന്ന ഒരു ഫംഗ്ഷനിൽ മമ്മൂക്കയുടെ പടത്തിലെ പാട്ടുകൾ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യായിരുന്നു. അപ്പൊ അതിൽ ഇത് പാടി ഞാൻ 4 വരി. അപ്പൊ ഇത് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഏത് കാലഘട്ടത്തിലുള്ള ആൾക്കാരാണെങ്കിലും എല്ലാവരും അത് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട്. നല്ല സെലക്ഷൻ മോളെ, നന്നായി പാടി. താങ്ക് യു മാം. തൊണ്ട വയ്യാതിരിക്കുകയാണല്ലേ? ഓക്കെ ആയിരുന്നു. ഓക്കെ ആയി വരുന്നു. പക്ഷെ ചരണം കാലക്കി. താങ്ക് യു മാം. താങ്ക് യു. ഞാൻ ഈ ശ്രുതി ഓഫായി കഴിഞ്ഞപ്പോൾ ക്ലിക്കിൽ മാത്രമല്ലേ മോള് പാടുന്നത്. അപ്പൊ അതിൽ വളരെ ക്ലിയർ ആയിട്ട് കേൾക്കാം. പക്ഷെ ആ ചരണം ഉഗ്രനായി. എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. വോയിസ് നല്ല സ്ട്രെയിൻഡ് ആണെങ്കിൽ പോലും നല്ല രീതിയിൽ മോളെ സപ്പോർട്ട് ചെയ്തു. അത് ദൈവാനുഗ്രഹം, വേറൊന്നും പറയാൻ പറ്റില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എനിക്ക് തോന്നിയത് ആദ്യം മ്യൂസിക്കിന്റെ കൂടെ ആ സമയത്തുള്ള ഇതിലാണ് എനിക്ക് കുറച്ച് പ്രോബ്ലംസ് തോന്നിയത്. ലാ 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 അവിടെയൊക്കെ കുറച്ചൊരു ശ്രുതി ചേരായിക വന്നു. പിന്നെ കൂടുതലും അനുപല്ലവിയുടെ ഫസ്റ്റ് 2 ലൈൻസ് അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു അർച്ചനയ്ക്ക് തന്നെ അറിയാം. കാരണം അർച്ചനയ്ക്ക് പാടാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് അതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ശബ്ദം നമ്മുടെ കൂടെ നിന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മനസ്സിൽ ഇതൊക്കെ ഉണ്ടാവും, പാടണം എന്നുണ്ടാവും, സംഗതികളെല്ലാം അറിയായിരിക്കും. പക്ഷെ അത് പുറത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണ്ടേ അല്ലേ? കിളിയേ കിളിയേ ആ സാധനം കുറച്ചുകൂടെ ഒന്ന് ലെവലാവാമായിരുന്നു, ക്ലിയർ ആവാമായിരുന്നു. എന്തായാലും മോളെ നല്ലൊരു പാട്ട് സെലക്ട് ചെയ്ത് നന്നായി തന്നെ പാടി. സുന്ദരിയായിട്ടുണ്ട്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ശരത് സർ. അർച്ചന നന്നായിട്ട് പാടി. ഉഗ്രം പാട്ട്. രാജാസാറിന്റെ പാട്ടെന്ന് പറഞ്ഞ പിന്നെ പറയേണ്ട കാര്യമല്ല. നന്നായിട്ട് പാടി. ഈ കിളിയെ എന്നുള്ള ആ സംഗതി മാത്രമേ ഉള്ളൂ ഒരു സുഖമില്ലാതെ, അത് വയ്യാത്തത് കൊണ്ടാണ്, തൊണ്ട വയ്യാത്തത് കൊണ്ടാണ്
അത് കുറച്ച് വരാൻ പിന്നെ ശരിയായി. ബാക്കി എല്ലാം നല്ലതായിരുന്നു കേട്ടോ. Thank you. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു താങ്ക് യു സർ. ഷാനിക്ക. അർച്ചന സർ. നന്നായിട്ട് പാടി. താങ്ക് യു സർ. വയ്യായിക അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. നല്ല രസമുണ്ടായിരുന്നു കേട്ടോണ്ടിരിക്കാൻ. താങ്ക് യു സർ. പിന്നെ വയ്യായിക നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട് ഷാനിക്ക. എനിക്കല്ല, അത് എനിക്ക് തന്നെ നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ടുണ്ട് പാടി. പോണേ താങ്ക് യു സർ. അടിപൊളിയായിട്ട് കേട്ടോ. താങ്ക് യു ഓൾ സർ. ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സർ. അർച്ചന 9 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക 9. സൂപ്പർ. താങ്ക് യു സർ. ചേച്ചി. തത്തേ തത്തമ്മേ തത്തക്കുട്ടി. ക്ലിഞ്ഞോ പ്ലിഞ്ഞോ മാർക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, Thank you, ma'am. സോ ടോട്ടൽ 18. താങ്ക് യു. സൂപ്പർ. ഓക്കേടാ ജഡ്ജസ്. Yes. അങ്ങനെ പാറു. ഈ എപ്പിസോഡിലെ 2 പെർഫോമൻസസും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആസ് യൂഷ്വൽ നമ്മൾ പോകുന്നത് ആ ഒരു എലിമിനേഷൻ അല്ല, സെലക്ഷൻ അതെ പ്രോസസ്സിലേക്കാണ്. അതെ റൈറ്റ്. അപ്പൊ എല്ലാരും വിളിക്കട്ടെ. വിളിക്കൂ. Yes. ഓക്കെ, അപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസും എത്തി. ഇനി എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ ടോപ്പ് 5-നെയാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. Yes. അതെ. യെസ്. അപ്പോൾ ആരാണ് ആ 5th പൊസിഷൻ? ഷാന. നമ്മള് എപ്പോഴത്തെയും പോലെ അങ്ങനെ ഭയങ്കര വലിയ ഡ്രാമയോ കാര്യങ്ങളോ ഇതൊന്നുമില്ല. നോർമൽ. നമ്മള് ഫിൽട്ടറിങ്, ഏതൊരു റിയാലിറ്റി ഷോയിലും ഒരു ഫിൽട്ടറിങ് ആണ് അതെ. നമ്മളിവിടെ ചെയ്യുന്നത്. ഈ ഷെഡ്യൂളിലെ ടോപ്പ് 5. അതെ, പാറു പറഞ്ഞാണ് കറക്റ്റ്. എലിമിനേഷൻ പ്രോസസ് അല്ല, അതെ, സെലക്ഷൻ selection പ്രോസസ്. സൂപ്പർ സ്റ്റാറിന്റെ ആരാണ് സൂപ്പർ സ്റ്റാർ അതിലേക്കുള്ള ഒരു സെലക്ഷൻ പ്രോസസ്. അപ്പം ടോപ്പ് 5-ല് 5th പൊസിഷനിലുള്ളത് അർച്ചന. അർച്ചന ലാസ്റ്റ് ടൈം ഏത് പൊസിഷൻ ആയിരുന്നു? സെക്കൻഡ് പൊസിഷൻ. സെക്കൻഡ് പൊസിഷൻ. ഇപ്പൊ 5th പൊസിഷൻ. ബട്ട് കുഴപ്പമില്ല. അർച്ചനയ്ക്ക് ഇപ്രാവശ്യം ശബ്ദം ശരിയില്ലായിരുന്നു. എന്നിട്ടും എന്നാലും ഇവര് ടോപ്പ് 5-ലുണ്ട്. എത്തിയല്ലോ, വലിയ കാര്യല്ലേ. പക്ഷേ സർപ്രൈസസ് വരാനിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ ഇവിടെ പറയണം, സർപ്രൈസസ് വരാനിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി 4th പൊസിഷൻ. 4th സ്നേഹ. खुश रंग हीना प्यारी खुश रंग हीना जिंदगानी में कोई रंग സ്നേഹ ലാസ്റ്റ് ടൈം ടോപ്പ് 5-ലുണ്ടായിരുന്നില്ലേ? ഏതായിരുന്നു? തേർഡ് ആയിരുന്നു. തേർഡ് ആയിരുന്നു. ഓക്കെ ഓക്കെ, ഇനി 3rd പൊസിഷൻ. 3rd പൊസിഷനിൽ എത്തിയത് ഒരു സകലകലാ വല്ലഭനാണ്, അശ്വിൻ. गोरी तेरा गाँव बड़ा प्यारा, मैं तो गया मारा आके यहाँ रे, उस पर रूप तेरा सारा चंद्रमा जो आधा. അശ്വിൻ ലാസ്റ്റ് ടൈം ടോപ്പ് 5-ലുണ്ടായിരുന്നോ? 4th പൊസിഷനിൽ. ഓ, ഇത് ഇങ്ങോട്ട് ഒന്ന് എക്സ്ചേഞ്ച് Exchange ചെയ്തു, ആയിപ്പോയി. അത്രേ ഉള്ളൂ, വേറെ മാറ്റൊന്നുമില്ല. ഓക്കെ, സെക്കൻഡ് പൊസിഷനിൽ നമ്മുടെ സ്വന്തം शुरू करो. पहला पहला प्यार है, पहली पहली बार है. യെസ്. കഴിഞ്ഞ 2 ഷെഡ്യൂളൊക്കെ ഗോൾഡൻ മൈക്ക് മേടിച്ചു ഒരു പ്രാവശ്യം. പിന്നെ ഫസ്റ്റ് വന്ന ആളാണ്. എന്ത് പറ്റി ഇത്തവണ സെക്കൻഡ് ആയി പോയത്? പുതിയ ന്യൂ ടൈപ്സ് ഓഫ് സോങ് ആയിരിക്കും അതിന്റെ കാരണം. ആ ഒരു ന്യൂനെസിന്റെ കാരണമായിരിക്കും ആ ഒരു ലേണിംഗ് ഒരു ഡ്രോപ്പ് വന്നതായിരിക്കും. പക്ഷെ ഇനിയും ഹാർഡ് വർക്ക് ചെയ്യും. ഉഴപ്പിയോ? ഇല്ല, അങ്ങനെ ചെയ്തില്ല. പക്ഷെ ഇനിയും വർക്ക് ഹാർഡ് ചെയ്യാം. ഓക്കെ. എനിക്ക് ഒരു കാര്യം തോന്നുന്നു ശരത് സർ, ഇപ്പം യശ് മനോഹരമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം പാടി. നമ്മളെല്ലാരെയും ഒരുപാട് സർപ്രൈസ് ചെയ്യിപ്പിച്ച ഒരാളാണ് യശ്. അപ്പോൾ ഫസ്റ്റ് ഒരാൾക്ക് കിട്ടണമെങ്കിൽ അത് യശ് മോശമായതുകൊണ്ടാവണമെന്ന് നിർബന്ധമില്ലല്ലോ. ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. മറ്റേയാള് ഗംഭീരമായിട്ട് പാടിയത് കൊണ്ടായിക്കൂടെ? അതെ, ഇപ്പൊ ടോപ്പ് 5 ആരും മോശമല്ല കേട്ടോ. അതെ
അല്ല ടോപ്പ് 5 ഉണ്ടല്ലോ നിങ്ങൾ. അതെ. ഞങ്ങൾ ചുമ്മാ ഇതൊക്കെ ചോദിക്കുന്നതാണ്. കഴിഞ്ഞ ഷെഡ്യൂളും ടോപ്പ് 5 ഉണ്ടായ ആൾക്കാരാണ് ഇപ്പൊ ഇതുവരെ ഉള്ളത്. അതെ പക്ഷേ സാധനങ്ങൾ മാറിയിട്ടുണ്ട്. അതെ പക്ഷേ ഫസ്റ്റ് ആരാണെന്നുള്ളതാണ് ഇപ്പൊ ആര് സർപ്രൈസ്. പറയട്ടെ, യെസ് സർ പറയൂ. അത് വേറെ ആരും അല്ല, നമ്മുടെയൊക്കെ ചക്കര ശിവനന്ദ. ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീപാദപത്മം ജനിമോക്ഷദായകം സരയൂ നദി പോൽ തിരയിടും. ഒരു ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു മാറ്റമാണ് ശിവനന്ദയിൽ ഞങ്ങൾ കണ്ടത്. അതിനി അങ്ങോട്ട് മുന്നോട്ടൊരു വിജയകരമായ പോക്കാവട്ടെ. താങ്ക് യു മാം. ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഞങ്ങളും എടാ ടോപ്പ് 1 നിക്കുന്നേ. ഒത്തിരി സന്തോഷം. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി നിൽക്കുന്നത് ഇപ്പൊ നമ്മുടെ ശിവനന്ദക്കാണ്. മരുന്നുകളെയൊക്കെ ആശ്രയിച്ച് ജീവിച്ച ആ ശിവനന്ദ മരുന്നുകൾ ഉപേക്ഷിച്ചപ്പോഴത്തേക്ക് ഇതാ ഫസ്റ്റ് ആദ്യത്തെ സ്ഥാനത്തേക്ക് എത്തി. ഗോഡ് ബ്ലെസ് യു മോളെ. ശിവനന്ദ സാർ എന്ത് തോന്നുന്നു? ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നന്നായി പാടണമെന്നുണ്ടായിരുന്നു. ഞാൻ എന്താ പറഞ്ഞാൽ കഴിഞ്ഞ പെർഫോമൻസ് എല്ലാം നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ നന്നായി പാടാം. ജഡ്ജ്മെന്റോ അല്ലെ മാർക്കോ ഒന്നും നോക്കാണ്ട് നമ്മൾ ഓഡിയൻസിന് കേൾക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ അവർക്ക് നല്ല രീതിക്ക് ഒരു ഔട്ട്പുട്ട് കൊടുക്കണം എന്നുണ്ടായിരുന്നു. ആ രീതിക്കാണ് ചെയ്തിട്ടുള്ളത് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. എന്തായാലും ഒരുപാട് സന്തോഷം. ആ ഹാർഡ് വർക്കിന്റെ റിസൾട്ട് ആണ് ഇപ്പൊ ടോപ്പ് 1 നിൽക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. ഷാനിക്ക, നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ ഇത് മാറി മറിഞ്ഞേ എപ്പോഴും വരും. മാറി മറിഞ്ഞിട്ടേ ഉള്ളൂ. അതെ യെസ്. അപ്പൊ എന്തായാലും ഈ 5 പേരുടെ മാർക്സ് വേണമെങ്കിൽ അതെ യെസ് ഒന്ന് പറയാം. നമുക്ക് പറയാം. ആ ഇപ്പം നമ്മൾ പറഞ്ഞ അതേ ഓർഡറിൽ തന്നെ പറയാം. ഓക്കെ. 5th പൊസിഷനിൽ അർച്ചന 80.2. 4th പൊസിഷനിലുള്ള സ്നേഹ 80.6. പോയിന്റ് ഡിഫറൻസ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? പോയിന്റ് ഡിഫറൻസേ ഉള്ളൂ. അശ്വിൻ 82. ആ പോയിന്റ് അവിടെ നിന്ന് മാറി. അതെ. അതെ. സെക്കൻഡ് പൊസിഷനിൽ യശ് 82.8. ഇതാണ് ഏറ്റവും അടിപൊളി. ശിവനന്ദ 0.1 ഓ നമ്പർ 1 പൊസിഷൻ 82.9. അതായത് 82.8, 82.9. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് 1.1 വ്യത്യാസം മതി നമ്മുടെ കിസ്മത്ത് മാറാൻ വേണ്ടിയിട്ട്. ശിവനന്ദയുടെ ഹാർഡ് വർക്കാണ് ശിവനന്ദ ഇവിടെ എത്തിച്ചത്. ഇതെല്ലാവർക്കും ഒരു ലെസൺ ആണ്. അതെ തീർച്ചയായും. എസ്പെഷ്യലി ആ ലാസ്റ്റ് പെർഫോമൻസ് അത് അങ്ങനെ ഈ 5 പേരും സേഫ് ആയി. ഓക്കെ, അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് ടോപ്പ് 5. അപ്പോ ടോപ്പ് 5 നമ്മൾ സെലക്ട് ചെയ്തു, അവരെ അവിടെ ഇരുത്തി. അതെ. ഇനി ആരൊക്കെയാണ് ഡേഞ്ചറസ് സോണില് ഈ ഷെഡ്യൂളിൽ വന്നിട്ടുള്ളത്? അപ്പൊ ഇനി 5 പേര്, ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയ 5 പേരെ നമുക്ക് വേദിയിലേക്ക് വിളിക്കാം. ഓക്കെ, അതിലൊന്ന് കാർത്തിക, അർജുൻ, അശ്വതി, രാഹുൽ, ദേവിക. ബാക്കിയുള്ള എല്ലാവരും സേഫാണ്. അപ്പൊ നിങ്ങൾക്കൊക്കെ അവിടെ പോയിരിക്കാം. ഓക്കെ, അപ്പോൾ 5 പേര് ഇപ്പോൾ ഡേഞ്ചറസ് സോണിലുണ്ട്.
ഇതിൽ ആർക്കാണ് ഏറ്റവും കുറവ് മാർക്ക് എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. എത്ര പേര് ഔട്ട് ആവുന്നുണ്ട് ഈ ഷെഡ്യൂളിൽ? ഇപ്പൊ നമ്മുടെ പ്ലാൻ വെച്ചിട്ട് 2 പേരും. ഇതിൽ ആർക്കാണോ ലീസ്റ്റ് മാർക്സ് അവർ 2 പേര് പുറത്ത് പോകണം. അതാണ് നമ്മുടെ ഒരു റൂൾ, എല്ലാവർക്കും അറിയാവുന്നതാണ്. ആക്ച്വലി 3 പേരാണ്. ഇത്തവണ അങ്ങനെ സെയിം മാർക്കൊന്നും അങ്ങനെ വന്നിട്ടില്ല. ഇല്ല, നമ്മള് സത്യം പറഞ്ഞാല് 3 പേരാണ് പോകുന്നത്. അത് ചിലപ്പോൾ എന്താ പറയണ്ടേ, നിങ്ങൾ സീരിയസ് ആയിട്ട് ഇതെടുക്കാതെ ഉഴപ്പിയത് കൊണ്ടാവും, ഇതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വന്ന് പാടിയത് കൊണ്ടാവാം, അടുത്തത് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാവാം, ടെൻഷൻസ് അതൊക്കെ പക്ഷേ ഇനി ടെൻഷൻ എന്ന് പറയാറ് നമ്മളൊക്കെ ഒരു കുടുംബം പോലായി. പരസ്പരം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും അത്ര ഫ്രീഡം ഉണ്ട് എല്ലാവർക്കും. പിന്നെ അത് നമ്മൾ സീരിയസ് ആയിട്ട് ഇരുന്നില്ലെങ്കിൽ ഇവിടുന്ന് പോവും, അത്രേ ഉള്ളൂ. ഇപ്പോഴും സീരിയസ് അല്ലാത്ത ഒരാളാണ് അവിടെ നിന്ന് ചിരിക്കുന്നത്, ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുനല്ലേ? ഇത്തവണ എന്തായിരുന്നു അർജുന്റെ പ്രശ്നം? നീ ഡേഞ്ചറസ് സോണിൽ ഫസ്റ്റ് ടൈം ആണ്. എന്ത് പറ്റി? ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഈ വട്ടം പാടാം. എനിക്കറിയില്ല എന്താണെന്നറിയില്ല, എനിക്കിപ്പോഴും ആ ഒരു എനിക്ക് ലാസ്റ്റ് പാട്ട് പാടുമ്പോഴായിരുന്നു എനിക്ക് കുറച്ചുകൂടി എല്ലാവരുമായിട്ട് കുറച്ചുകൂടി എനിക്ക് കണക്ഷൻ കിട്ടിയത്. അതിനെ കുറേ പേര് എന്നെ ഹെൽപ്പ് ചെയ്തു. എനിക്ക് കഴിഞ്ഞ ഡുവറ്റ് പാടിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. അതായത് എന്താണ് എനിക്ക് സംഭവം, എനിക്കറിയില്ല എന്താ സൊല്യൂഷൻ, എന്താ പറ്റണം. എനിക്ക് ഇവിടെ വരുമ്പോൾ എനിക്ക് മൊത്തത്തിൽ ഈ മീൻസ് ഗ്രൂമിങ്ങിനൊക്കെ പാടുമ്പോൾ അവർ ഓക്കെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ എനിക്ക് ആ സെൽഫ് ഡൗട്ട് അടിക്കാണ്, എന്താ എനിക്ക് പാടാൻ പറ്റാണ്ട്, ഇതെല്ലാവരും എനിക്ക് പാടാൻ പറ്റണം. ഇങ്ങനത്തെ ഒരാളായിരുന്നില്ല ഞാൻ ഫസ്റ്റ്. സ്റ്റേജ് ഫിയർ ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. എനിക്കത് ഫേസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. കുഴപ്പമില്ല, എന്താണ് നമുക്ക് നോക്കാം, ഫേസ് ചെയ്തിട്ട് നോക്കാം, നമുക്ക് കുഴപ്പമില്ല, അടുത്ത വട്ടം വേറെ നോക്കാം, അത്രേ ഉള്ളൂ. അല്ല അത് മാത്രം എനിക്ക് ഒരു ഹോപ്പിലാണ് ഞാൻ പാടി ഈ വട്ടം. നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നമുക്ക് ഈ കിട്ടിയ അവസരം വേറെ എത്രയോ പേർക്ക് കിട്ടാനുണ്ടല്ലേ. അപ്പൊ അവര് ഭാഗ്യത്തിന്റെ പുറത്തല്ല നിങ്ങളുടെ അകത്തുള്ളത്, ടാലന്റും അതിൻ്റെ കൂടെ ഭാഗ്യവും. അപ്പൊ നമ്മുടെ ഒരു ധൈര്യമാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. എല്ലാവരും ധൈര്യമായിട്ട് ഒന്ന് പാടണം, അതാണ് നമ്മുടെ ആഗ്രഹം. അടുത്ത ആള് രാഹുൽ. അർജുൻ പറഞ്ഞ സെയിം കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്. അപ്പം ആ സമയത്തുള്ളൊരു ചെറിയ ടെൻഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും പലപ്പോഴും ഇപ്പം 3 റൗണ്ട് കഴിഞ്ഞു, ആദ്യത്തേനും രണ്ടാമത്തേതും മൂന്നാമത്തേക്കും ഒരേ പോലെ തന്നെ ആയിപ്പോയി. ഇത് ഒരു റിയാലിറ്റി ഷോ ആണ്, അപ്പോൾ അതിന് എന്താ പറയുക, അതിൻ്റെ ഒരു പ്രോസസ്സാണ് എലിമിനേഷൻ. ഇപ്രാവശ്യം കാര്യമായ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ ഇവിടെ എത്തി, അതന്നെ പറയാം. കാർത്തിക, ഈ പറഞ്ഞ പോലെ തന്നെ ടെൻഷനാണ് എനിക്കും മെയിൻ ഇഷ്യൂ ആയിട്ട് തോന്നിയത്. പിന്നെ അല്ല കാർത്തിക, നമുക്ക് കിട്ടുന്ന അവസരം മുതലാക്കണ്ടേ? എത്രയോ പേര് കാണുന്നത്, അവരുമായിട്ടൊരു നമുക്കൊരു അങ്ങനൊരു സ്നേഹം വേണ്ടേ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട്. അവർ നിങ്ങളുടെ കാർത്തിക ഇഷ്ടപ്പെടുന്നവർ കുറേ പേര് കാണും. പിന്നെ കാർത്തിക ഇങ്ങനെ തളർന്ന് നിൽക്കുകയാണ്, ചിരിക്കാൻ പറഞ്ഞാൽ ചിരിക്കത്തില്ല. ചിരിക്കാത്തതിന് മാർക്ക് കുറെ ആൾക്ക് പോയി ഇത്തവണ. ചിരിക്കാതിരിക്കുന്നത് ഈ പ്രായത്തിൽ ചിരിച്ചില്ലേ, എപ്പോൾ ചിരിക്കാനാണ് കാർത്തിക? അല്ല സാർ, നന്നായിട്ട് പാടണം, ഇങ്ങനെ നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ എനിക്കത് പറ്റുന്നില്ല. എന്തെന്ന് വെച്ചാൽ ടെൻഷൻ. എനിക്ക് തോന്നിയ 2 കുട്ടികളാണ്, ഒന്ന് അർജുനും കാർത്തികയും. നിങ്ങൾ ആദ്യം വന്ന സമയത്ത് പെർഫോം ചെയ്ത കോൺഫിഡൻസ് ഇപ്പൊ കാണാനില്ല. ആ ഒരു വേദിയിൽ വരുമ്പം സാധാരണ കോൺഫിഡൻസ് കൂടുക ചെയ്യേണ്ടത്. ഇപ്പൊ ഇവരൊക്കെ ഫ്രണ്ട്സായി, നമ്മളെ അറിയാം, ഒരു പ്രോബ്ലം ഇല്ലല്ലോ ഇവിടെ. അപ്പൊ ചിരിച്ച് ഒരു ആക്റ്റീവായിട്ട് പാടണ്ടേ? ഞാൻ ഇനി ട്രൈ ചെയ്യാം മാം. ഇവിടെ നിന്ന് ഇപ്പം എലിമിനേറ്റ് ആയി പോയാലും ഞാൻ മാക്സിമം ഇനിയും വർക്ക് ചെയ്ത് ഗുഡ് മോളെ ഗുഡ് ശരിയാക്കി എടുക്കും. അച്ചുകുട്ടി ഇപ്പോഴും എനിക്ക് ശ്രുതി കിട്ടുവോ, മോളിൽ പാടാൻ പറ്റുമോ എന്നുള്ള തോട്ടും കൊണ്ട് നടക്കുകയാണ്. എനിക്ക് അത് മാത്രമേ ഇനി പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും മാക്സിമം ഞാൻ കറക്റ്റ് ശ്രുതിയിൽ തന്നെയാണ് ഇപ്രാവശ്യം പാടിയത്. അതെ, അത് മോളെ സ്വന്തം ചാലഞ്ച് ചെയ്യണം എപ്പോഴും. നമ്മളെ തന്നെ ചാലഞ്ച് ചെയ്ത് നമ്മൾക്ക് എന്താണ് പോരായ്മ എന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം, വേറൊരാളെക്കാളും കൂടുതൽ. അതിനെ നമ്മൾ എപ്പോഴും തോൽപ്പിക്കാൻ ശ്രമിക്കണം. നമുക്ക് വിജയിക്കണമെങ്കിൽ അതേ പറ്റുള്ളൂ, വേറെ ആരോടും അല്ല, നമ്മളോട് തന്നെ കമ്പീറ്റ് ചെയ്യുക. ഓക്കെ മാം. ഈ
ഷെഡ്യൂള് നന്നായിട്ട് പെർഫോമൻസ് ചെയ്യണമെന്നുണ്ടായിന്. പക്ഷേ എന്താ അറിയില്ല, ശ്രുതി റൗണ്ട് ആണെന്ന് അറിഞ്ഞപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിന്. അതെന്തിനാപ്പാ? എനിക്ക് ഒന്നാമത് ഞാൻ മ്യൂസിക് പഠിക്കാത്തതിൻ്റെ എല്ലാ കുഴപ്പമുണ്ട്. അപ്പം അതെൻ്റെ കുറ്റം തന്നെയാണ് ഇതുവരെ. മോളെ, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നമുക്ക് ദൈവം തമ്പുരാൻ തരുന്നതാണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുന്നത് കൊണ്ട് ഡൂസ് ആൻഡ് ഡോൺസ് മനസ്സിലാവും. നമുക്ക് ഇന്ന രാഗത്തിന് ഈ പ്രയോഗം പാടില്ല, അല്ലെങ്കിൽ ഇത് ആവാം എന്നുള്ളത് പഠിക്കാമെന്നുള്ള അല്ലാണ്ട് വേറൊന്നുമില്ല. നമ്മുടെ ജ്ഞാനം എന്ന് പറയുന്നത് ദൈവം തരുന്നതാണ്. അല്ലെ പഠിച്ചാൽ തീരുന്ന ഒന്നാണോ സംഗീതം എന്ന് പറഞ്ഞാൽ? അപ്പോൾ അതൊരു ഇതേ അല്ല മോളെ കേട്ടോ. അന്ന് മനസ്സിൽ വിചാരിക്കണ്ട. പഠിക്കാതെ എത്ര പേര് അതിമനോഹരമായിട്ട് പാടുന്നവരുണ്ട്. കാര്യം നിങ്ങളെല്ലാം നല്ല ടാലൻറ്റഡ് ആണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് അതൊക്കെയാണ് നമുക്ക് വിഷമം. ഇതിലാര് പോയാലും നമുക്ക് വിഷമമാണ്. ഇപ്പം എനിക്ക് പേഴ്സണലി മനസ്സിലായൊരു കാര്യം, ഇപ്പം രാഹുൽ, അർജുൻ, കാർത്തിക, അച്ചു, ദേവിക, നിങ്ങളെല്ലാവരും ഒരു കോമൺ പോയിന്റാണ് പറഞ്ഞത്. എല്ലാവർക്കും ഗ്രൂമേഴ്സിന്റെ മുമ്പിൽ പാടാം, എല്ലാം ഓക്കെയാണ്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ എന്തൊക്കെയൊക്കെയോ സംഭവിക്കുന്നു. നമ്മളിവിടെ നോക്കുന്നത് സൂപ്പർ സ്റ്റാറിനെയാണ്. അപ്പം അതായത് ഈ വേദിയിൽ വന്നു കഴിഞ്ഞാലും അവരെ തന്നെ ഔട്ട് പെർഫോം ചെയ്യുന്ന രീതിയിലുള്ള സിംഗേഴ്സ്, പെർഫോമേഴ്സ്, ഇവരൊക്കെയാണ് നമ്മൾ നോക്കണേ. നമ്മൾ തന്നെ നമ്മളൊന്നും ഒരിക്കലും ഒച്ചയുയർത്തി സംസാരിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഓർക്കസ്ട്ര ബാക്കപ്പ് ആയിട്ടുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. എന്നിട്ടും ഇവിടെ എത്തുമ്പം എന്തോ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോഴും നല്ല, നിങ്ങൾക്കത് ഫ്യൂച്ചറിലും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതൊക്കെ ഇപ്പോഴേ റെഡിയാക്കി സെറ്റാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ശ്രമിച്ചേ പറ്റൂ. അപ്പോൾ ഇതിലിനി സേഫായിട്ടുള്ള രണ്ടുപേരെ പറയാം. അതെ അല്ലേ? ഇതിൽ സേഫായിട്ടുള്ള ഒന്നാമത്തെ ആള് അശ്വതി. രണ്ടാമത് സേഫാവുന്ന ആള് അർജുൻ. നിങ്ങൾക്ക് കൺഗ്രാറ്റ്സ്. നിങ്ങൾക്ക് അവിടെ പോയിരിക്കാം. അപ്പോൾ ഇവർ 3 പേരാണോ ഈ ഒരു ഷെഡ്യൂളില്? ഈ 3 പേരാണ് നമുക്ക് ലീസ്റ്റ് മാർക്സ്. നമ്മൾ പിന്നെ നമ്മുടെ കൂടെ തുടരാത്തതും ഇവരാണ്. തൽക്കാലം ഈ 3 പേരിൽ നിങ്ങൾക്കാണ് ലീസ്റ്റ് മാർക്സ്. ഒരാളെ കൂടെ നമ്മൾ സേഫ് ആക്കാണ്. പക്ഷെ ആളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആള് നമുക്ക് വാക്ക് തരണം. ഇതുവരെ ഉണ്ടായിരുന്ന ആളല്ല ഇനി ഉണ്ടാവാൻ പോകുന്നത്. അത് തന്നെയാണെങ്കിൽ അടുത്ത എലിമിനേഷനിൽ പോവും. ഇല്ല, അടുത്ത എലിമിനേഷൻ ഇപ്പം തന്നെ പോവാം. അത് നമുക്ക് വാക്ക് തരാൻ കഴിയുന്നില്ലെങ്കിൽ ഇപ്പം തന്നെ പോവാം. അതിലൊരു ഇഷ്യൂസും ഇല്ല ഞങ്ങൾക്ക്. ഇത് നമ്മുടെ സ്നേഹം കൊണ്ടാണ്. അതാണ് ഇപ്പം സതീഷിനെ വിളിച്ച് നമ്മൾ സംസാരിച്ചത്. പറഞ്ഞോ ഷാനെ? ഇപ്പൊ തന്നെ ചോദിക്കാം. കാർത്തിക, ഇനി ചിരിക്കാം സാർ. ചിരിക്കുക മാത്രല്ല മോളെ, ചിരിച്ചിട്ട് ഇതെന്താ കോമഡി ഷോ? കുറച്ചും കൂടെ വൈബ്രന്റ് ആവണം. കാർത്തിക എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യണം. അപ്പോൾ അതിന് ചിരിക്കാന്നല്ല, ചുമ്മാ മണ്ടത്തിലായിട്ട് ചിരിച്ചുകൊണ്ടിരുന്ന ദേഷ്യം വരും. കാർത്തിക ആവശ്യത്തിന് ഇപ്പോൾ ഒരു പാട്ട്, നല്ല സന്തോഷമുള്ള ഒരു പാട്ട് പാടണം, ഇവിടെ വന്ന് ചിരിച്ച് പാടണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ പറഞ്ഞു നമ്മൾ ക്ഷീണിക്കത്തില്ലേ?
പെർഫോം ചെയ്യണം. നമ്മളെപ്പോഴും പറഞ്ഞു ഇതൊരു വിഷ്വൽ മീഡിയ ആണ്. ഒരുപാട് പേര് ലോകം മുഴുവനുള്ള ഒരുപാട് മലയാളികൾ കാണുന്ന ഒരു ഷോ ആണ്. അപ്പം എൻ്റർടൈൻമെൻറ്റ് ആണ് നമ്മുടെ ഫസ്റ്റ് വാക്ക്. അതുകൊണ്ടാണ് സൂപ്പർ സ്റ്റാർ എന്നുള്ള പേര് ഇട്ടിരിക്കുന്നത്. കാർത്തിക, വളരെ ചെറിയ മാർക്കിൻ്റെ വ്യത്യാസമാണ് കേട്ടോ. വർക്ക് ചെയ്യാം സാർ. ചെയ്യണം, ചെയ്തേ പറ്റത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല, പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ പാറു ഇപ്പൊ അറിയാമല്ലോ, നമ്മൾ ഇനി അവിടെ നമ്മുടെ ഷോയിലില്ലാത്ത അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ എപ്പോൾ വേണമെങ്കിലും വരാം. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഫാമിലിയിലുള്ളവർ തന്നെയാണ് നിങ്ങൾ. അത് ഇപ്രാവശ്യം എന്തോ പറ്റി നിങ്ങൾക്ക് രണ്ടുപേർക്കും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് ചില പാളിച്ചകളൊക്കെ വരും, പക്ഷെ അതിൽ നിന്ന് പിടിച്ച് കയറാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാവണം. അപ്പോൾ അതാണ് ഞങ്ങൾക്ക്. നിങ്ങൾ നല്ല പാട്ടുകാരാണ്, പക്ഷെ എന്ത് ചെയ്യാനോ ഈ പ്രാവശ്യം വന്ന് ഈ ഒരു ഷെഡ്യൂളിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അത് കുഴപ്പമില്ല, എനിക്ക് വേറൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എല്ലാം നന്മയും ഉണ്ടാവട്ടെ, ഈശ്വര കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. യെസ്, അപ്പോൾ ഈ ഒരു ഷെഡ്യൂളിലെ സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. തൽക്കാലം നമ്മളെ വിട്ട് ഈ റിയാലിറ്റി ഷോ മുന്നോട്ട് പോകേണ്ടത് കൊണ്ട് മാത്രം തൽക്കാലം നമ്മളെ വിട്ട് ഈ ഷെഡ്യൂളിൽ പോകുന്നത് രാഹുൽ ആൻഡ് ദേവിക. ഇത് ജേണിയുടെ എന്തൊന്നുമല്ല. ഇനി എന്താ പറയുക, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുക, ഇനിയും മുന്നോട്ട് പോവുക. കുറേ അച്ചീവ്മെന്റ്സ് ഒക്കെ ലൈഫിൽ രണ്ടു പേർക്കും വരട്ടെ. ഓക്കെ, ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇനി നിങ്ങളുടെ മുന്നോട്ടുള്ള സംഗീത ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ രണ്ടുപേർക്കും. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, അപ്പൊ ജഡ്ജസ് നമുക്ക് മൊമെന്റോ ആൻഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അപ്പൊ 3 പേരൊന്ന് സ്റ്റേജിലേക്ക് വരണം. ഷാനിക്ക, ദേവികയ്ക്ക് മൊമെന്റോ. മഞ്ജരി ചേച്ചി സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ശരത് സർ, ഇനി നമ്മുടെ ടോക്കൺ ഓഫ് ലവ്. ഷാനിക്ക, രാഹുലിന് മൊമെന്റോ. ചേച്ചി സർട്ടിഫിക്കറ്റ്. ശരത് സർ, ഓക്കെ. ഇനി നമ്മുടെ ടോപ്പ് 3 കണ്ടസ്റ്റൻസിന് നമ്മളെപ്പോഴും കൊടുക്കുന്ന നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ അല്ലെങ്കിൽ അമൃത ടിവിയുടെയും സൂപ്പർ സ്റ്റാറിന്റെ ആ ടോക്കൺ ഓഫ് ലവ് നമുക്ക് കൊടുക്കാം. ഓക്കെ, ശിവനന്ദ, യശ് ആൻഡ് അശ്വിൻ. ഓക്കെ, അപ്പോൾ വൺസ് അഗെയിൻ രാഹുൽ ആൻഡ് ദേവിക, ഓൾ ദ ബെസ്റ്റ്. അതുപോലെ തന്നെ ഈ ഷെഡ്യൂളിൽ ഇന്നായ എല്ലാ കണ്ടസ്റ്റൻസിനും ഓൾ ദ ബെസ്റ്റ്. ഇനി അടുത്ത ഷെഡ്യൂളിൽ വീണ്ടും നമ്മുടെ കോമ്പറ്റീഷൻ ടൈറ്റ് ആവുകയാണ്. അപ്പോൾ നന്നായി പെർഫോം ചെയ്യുക, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഷെഡ്യൂളിലെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത ഷെഡ്യൂളിൽ പുതിയ റൗണ്ട്സ്, പുതിയ പെർഫോമൻസസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.